ഇവിടെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഈ ആമോൾ വരെ നിൻ്റെ ആമോൾ വരെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ. അപ്പോൾ ഈ ഞാൻ കാണിച്ച നല്ല ലെങ്ത്തിൽ തന്നെ ആമോൾ നിൽക്കുവാണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇറക്കുക. അധികം ഇറക്കരുത്, ഭയങ്കര ഇതായിട്ടിരിക്കും. പിന്നെ ഇവിടെ നെക്ക് അറിയാമല്ലോ, നിൻ്റെ ബോട്ട് നെക്കിൻ്റെ അളവ് 3.5 ആണോ 3 ആണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നല്ലൊരു ബോട്ട് നെക്ക് വെട്ടുക. പിന്നെ ഓരോ ലെങ്ത് ഇവിടെ 1/2 ഇഞ്ചിന് ശേഷം ഓരോ നിൻ്റെ ടോപ്പ് ബെസ്റ്റ് എവിടെയാണ് വരുന്നത്, ബെസ്റ്റ് എവിടെയാണ് വരുന്നത്, അണ്ടർ ബെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, അപ്പോൾ അത് മാർക്ക് ചെയ്ത് അവിടുത്തെ മെഷർമെൻറ്റ് ഇടുക. ഇടുമ്പോൾ എപ്പോഴും ഒരു 1/4 ഇഞ്ചല്ല, ഒരു ജസ്റ്റ് ഒരു പോയിൻറ്റിൻ്റെ ഡിഫറൻസിലൊന്ന് ഇടുക. അല്ലെങ്കിൽ നീ തയ്ക്കുമ്പോൾ നീ വരച്ചേക്കുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് അപ്പുറത്താക്കി തയ്ച്ചാൽ മതി. അപ്പോൾ ഒരു അത്യാവശ്യം ലൂസ് കിട്ടും. വേണമെങ്കിൽ ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ആമോൾ വരച്ചു, ബെസ്റ്റ്, ടോപ്പ് ബെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് വരെ മാർക്ക് ചെയ്ത് തന്നെ അവിടെ നിന്ന് എ ലൈൻ കട്ട് ചെയ്യുക. സ്ട്രെയിറ്റ് താഴത്തേക്ക് എത്രയാണോ നിൻ്റെ ഇവിടുന്ന് എ ലൈൻ വരുമ്പോൾ ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്ത് അനുസരിച്ച് ഇങ്ങനെ എ ലൈൻ പോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, ഇവിടം വരെ ഈ അറ്റം വരെ വരേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടെ ഒരു കേർവ് ഉണ്ടാവും എന്നർത്ഥം. ഇങ്ങനെയാണ് എ ലൈൻ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കേർവ് ഉണ്ടാവും, ഇവിടെ സ്ട്രെയിറ്റ് വരും. അങ്ങനെ എ ലൈൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തുണിയിൽ ഈ ഒരു സൈഡിൻ്റെ വിഡ്ത്ത് മൊത്തത്തിലുണ്ട് നോക്കുക. അങ്ങനെ ആ വിഡ്ത്ത് വരുന്നത് വെച്ചാൽ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടം വരെയാണ് നിൻ്റെ